ഇന്ന് നമുക്കൊരു ചക്കര മാമ്പഴക്കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ ഈ ഞെട്ടുണ്ടല്ലോ, ഇത് മുറിച്ച് കളയുക. എന്നിട്ട് ഇതിങ്ങനെ ഓരോ വാര ഇട്ട് കൊടുക്കുക. തൊലി കളയണ്ട കേട്ടോ, ഇങ്ങനെ ഓരോ വാര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾക്ക് പഴുത്ത മാങ്ങ വെച്ച് ചെയ്യാം, പച്ച മാങ്ങ വെച്ച് ചെയ്യാം, ചെനച്ച മാങ്ങ വെച്ച് ചെയ്യാം, ഏത് മാങ്ങ വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് അപ്പോൾ നമ്മൾ ഇതിലിടുന്ന ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുമെന്നുള്ളൂ. മധുരമുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ അധികം ശർക്കര വേണ്ട, അല്ലെങ്കിൽ കുറച്ച് ശർക്കര അധികം വേണ്ടി വരും, പച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കാമേ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഈ മാമ്പഴമൊക്കെ പറക്കി വയ്ക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഇത് കുറച്ച് ശർക്കര. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം കേട്ടോ. ഞാൻ മാമ്പഴം ഇത്തിരി പഴുപ്പുള്ളത് കൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പച്ച മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടാം കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് വേവിക്കുക. ഇനി മാമ്പഴം ഇട്ടിരുന്ന് വേകട്ടെ കേട്ടോ. ഞാൻ ചട്ടി മാറ്റിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ചട്ടിയിലായിട്ട് ഇളക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ ചട്ടി മാറ്റി. ഇതിനിപ്പം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനിപ്പം ഈ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ല ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഇരിക്കണേ. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മതി ഗ്രേവി പോലെ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ടേ. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കണ്ടാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്, പുളി മധുരം എല്ലാത്തിൻ്റെയും ചേർത്തൊരു നല്ല സ്മെല്ല്. പണ്ടൊക്കെ ചെറുതിൽ മാമ്പഴ സീസണിൻ്റെ സമയത്ത് ഇതുപോലെ ഉമ്മ ഉണ്ടാക്കി തരും. ഇത് മാത്രം മതി ചോറിന്, വേറെ ഒന്നും വേണ്ട. നല്ല ചൂട് ചോറിൽ ഒരു മാമ്പഴം അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം കുഴച്ചിട്ട് കഴിക്കണം. വാവ്, അടിപൊളിയാണ്. ഇനി ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി ഓഫ് ചെയ്യാം. ഈ ഗ്രേവി ഇരുന്നോട്ടെ കേട്ടോ. ഈ ഗ്രേവി ഉണ്ടെങ്കിലാണ് അത് ടേസ്റ്റുള്ള. അല്ലെങ്കിൽ ഒരുപാട് പറ്റി പിടിച്ച് പോകും. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് പൊട്ടണ്ട. അതിലേക്ക് കുറച്ച് ഉലുവ, അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി. ഉള്ളി നന്നായി മുരിഞ്ഞ് വരണുണ്ട്. അതിലേക്ക് ഉണക്കമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആക്കി വെച്ച മാമ്പഴത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ചക്കര മാമ്പഴക്കറി റെഡി. ആ മാമ്പഴക്കറിയിലേക്ക് നമുക്കിത് താളിച്ചൊഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി മാമ്പഴക്കറി റെഡി കേട്ടോ. മാമ്പഴക്കറി എന്ന് പറയാൻ പറ്റില്ല, അത് പ്രത്യേക ടേസ്റ്റാണ്. മറ്റേ പഴമാങ്ങ കറി പോലെയൊന്നും അല്ല, അല്ലാതെ നല്ലൊരു ടേസ്റ്റാട്ടോ ഇതിന്. ഇളക്കി കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം കേട്ടോ. മാമ്പഴം പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കണ്ട നല്ലതായിട്ട് അതിൻ്റെ ഇതൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. മാമ്പഴം കിട്ടുമ്പോൾ എന്ത് മാമ്പഴമായാലും വെച്ച് ചെയ്യാം. ചെയ്ത് നോക്ക്. മാമ്പഴം ഇഷ്ടപ്പെടുന്നവർക്ക്, മധുരമുള്ള കറി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.